സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും കൂടി ജൂൺ 26 മുതൽ ഒരാഴ്ച വൈദ്യുത സുരക്ഷാ വാരമായിട്ട് ആചരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഇപ്പോഴത്തെ പ്രത്യേക കോവിഡ് പരിതസ്ഥിതിയിൽ സുരക്ഷാ വാരം എല്ലാ വർഷവും സുരക്ഷാ വാരമായിട്ട് ആഘോഷിക്കുന്നതിന് പകരം ഇപ്രാവശ്യം അത് ഒരു ദിവസത്തെ ബോധവൽക്കരണം ഒരു ദിവസത്തേക്കായി നമ്മൾ അത് ചുരുക്കിയിട്ടുണ്ട്. അതായത് ജൂൺ 26-ാം തീയതിയാണ് ജനങ്ങൾക്ക് സുരക്ഷാ ദിനമായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ആചരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ചും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് വൈദ്യുതി എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രത്യേക ജീവിത സാഹചര്യത്തിൽ ജോഗിങ് മുതൽ പറയുകയാണെങ്കിൽ രാവിലെയുള്ള ബ്രഷിങ് വരെ നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദിവസത്തിൽ 24 മണിക്കൂറിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാവരും ഇലക്ട്രിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള അപകടങ്ങളും അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുരക്ഷാ ദിനം കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷാ വാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ലക്ഷ്യമിടുന്നത് സീറോ ആക്സിഡൻറ്റ് എന്നുള്ള ഒരു പദ്ധതിയിലേക്കാണ്. ഒരു ആക്സിഡൻറ്റും സംഭവിക്കരുത്. നമുക്കറിയാം, നമ്മൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളൊരു നല്ലൊരു സുഹൃത്താണ്. പക്ഷേ നമ്മൾ അശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്ന പക്ഷം അത് വലിയ ഒരു അപകടകാരിയും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സുരക്ഷാ ദിനത്തിൽ നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു വർഷമായി ഇവിടുത്തെ തിരൂര് സർക്കിളിന് കീഴിലുള്ള ചീഫ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നടന്ന അപകടങ്ങളെ ഞങ്ങൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്, ജനങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പല അപകടങ്ങളും നമുക്ക് മാറ്റാവുന്നതായിരുന്നു. അതിനുള്ള എല്ലാ അപകടങ്ങളും നമ്മൾ ഓരോന്നായി വിശകലനം ചെയ്തപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ പൊതുവെ കോമൺ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയുള്ള ചില കാരണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങൾ മിക്കതും ഒഴിവാക്കാമായിരുന്നു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ധാരാളം കുട്ടികൾ വരെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇതിൽ പ്രധാനമായി ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇല്ലെങ്കിൽ വീടുകളിൽ സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ്. നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീടുകൾ വയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഗുണമേന്മയുള്ള കേബിളുകളും വയറുകളും ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുകൊണ്ട് അപകടങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരെ കുറയാൻ ഇത് കാരണമാകും. ഗുണനിലവാരമില്ലാത്ത കേബിളുകളോ ഉപകരണങ്ങളോ ഉപയോഗിക്കുമ്പോൾ അത് അനാവശ്യമായി ചൂടാകുകയും ഷോർട്ട് സർക്യൂട്ടും തീപിടുത്തവും അതുപോലെ തന്നെ അപകടങ്ങൾക്കും ആവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വീട് വയറിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നമ്മൾ ഗുണമേന്മയുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ ISI മാർക്കൊക്കെ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ വീട് വയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ എല്ലാ വീട്ടിലും നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഈ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അപകടമോ ഷോക്കോ അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയി ട്രിപ്പ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. ഇത് എല്ലാ വീടുകളിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് നിഷ്കർഷിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ വീടുകളിൽ ഇത് നമുക്ക് പല സ്ഥലത്തും കാണാൻ കഴിയുന്നില്ല.
നിയമപ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിന് അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനുള്ള ചില പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളുടെ വീടുകളിലുള്ള നമ്മളെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സുരക്ഷയെ ഓർത്തെങ്കിലും എല്ലാവരും എല്ലാ വീടുകളിലും നിർബന്ധമായി ഈ ELCB ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും അത് കാര്യക്ഷമമായി നന്നായി എല്ലാ സമയത്തും വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീടുകളുടെ നമ്മൾ വളരെ കുറച്ച് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എർത്തിങ് എന്നുള്ളത്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എർത്തിങ്ങിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വീടുകളിലുള്ള എർത്തിങ് വളരെ പക്കയാണെന്ന് വളരെ നന്നായിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും അത് ഉറപ്പുവരുത്തേണ്ടത് വളരെ നിർബന്ധമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള അപകടം നോക്കിയപ്പോൾ മിക്ക അപകടങ്ങളും സംഭവിച്ചത് അൺഓതറൈസ്ഡ് എക്സ്റ്റൻഷനാണ്. പ്രത്യേകിച്ചും നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അശ്രദ്ധയോടെ കേബിൾ വലിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ മാർബിൾ വർക്ക് അല്ലെങ്കിൽ കാർപ്പൻ്റർ വർക്ക് ചെയ്യുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ പ്രത്യേകിച്ചും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പല ഉപകരണങ്ങളും വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണുള്ളത്. ഇതിൽ നിന്നാണ് മിക്ക അപകടങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും തറയിലോ അല്ലെങ്കിൽ നമ്മൾ ഉറച്ച പ്രതലത്തിലോ ഉറപ്പിക്കാത്ത രീതിയിലുള്ള ഫ്ലെക്സിബിൾ ടൈപ്പ് കേബിൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ചെറിയ ഷോക്കാണെങ്കിൽ പോലും നമുക്ക് ഇത് നമ്മളെ ഷോക്ക് അനുഭവിക്കുമ്പോൾ ഈ ഒരു വയർ അല്ലെങ്കിൽ കേബിൾ നമ്മളെ പെർമനൻ്റ് ആയിട്ട് നമ്മളെ ദേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റാതെ വരികയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലത്തുള്ള എക്സ്റ്റൻഷൻ, ഇതുപോലെ കോഴിക്കൂടുകൾ, അതുപോലെ വേറെ നമ്മളെ വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കലുണ്ട്. രാവിലെ നമ്മൾ മിക്ക സമയത്തും അത് ഓഫ് ചെയ്യാൻ മറന്ന് പോയിട്ടുള്ള ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വേണ്ട രീതിയിൽ സുരക്ഷാ മാർഗമില്ലാതെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കാരണം അങ്ങനെ സംഭവിക്കുന്ന അപകടങ്ങൾ ധാരാളമാണ്. മറ്റൊരു പ്രധാന ഒരു കാര്യം ഉള്ളത്, നമ്മൾ ഈ ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്ത് തോട്ടികളോ ഇരുമ്പ് തോട്ടികളോ അല്ലെങ്കിൽ പച്ചമുളയോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയുക തേങ്ങ മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ പറിക്കുമ്പോഴാണ് യാതൊരു കാരണവശാലും ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഇരുമ്പ് തോട്ടികളോ മുളയോ ഉപയോഗിച്ചുള്ള യാതൊരു ഇതും ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഇങ്ങനെയുള്ള അപകടങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം നടന്നിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ അടുത്ത് എന്തെങ്കിലും ജോലി ചെയ്യേണ്ട സമയത്താണെങ്കിൽ നിർബന്ധമായും അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ അറിയിച്ച് അത് ഓഫ് ചെയ്ത ശേഷം അവിടുത്തെ ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് ഇങ്ങനെയുള്ള വർക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ മരം മുറിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യുക, അങ്ങനത്തെ പ്രവൃത്തിയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ ഒരു നമ്മൾ 3 എർത്ത് ലൈൻ അടക്കമുള്ള 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്നതിന് പകരം മിക്ക സമയത്തും നമ്മൾ 2 പിൻ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതും അപകടങ്ങൾക്ക് കാരണമാണ്. അപ്പോൾ 3 പിൻ ഉപയോഗിക്കേണ്ട വാട്ടേജ് കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും 3 പിൻ തന്നെ ഉപയോഗിക്കണം. അതിൽ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ്. പിന്നെ വീടിനകത്ത് നമ്മൾ പ്രത്യേകിച്ചും ഈ മഴക്കാലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഷോക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, ചിലപ്പോൾ ചുമരിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണത്തിൽ നിന്നായിരിക്കാം, നിർബന്ധമായും ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടുകൂടി കഴിയുന്നതും വേഗം അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ ഒരിക്കലും അത് എടുത്തു മാറ്റാനോ ഇല്ലെങ്കിൽ അത് സ്വയം മുതിരരുത്. ഇലക്ട്രിസിറ്റി ഓഫീസുകളിൽ അറിയിച്ച് ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ തന്നെ നമ്മൾ വോൾട്ടേജ് കൂടിയ ലൈനുകൾ, പ്രത്യേകിച്ച് 11 kV ആണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും ആ ലൈനെ പൊട്ടി വീഴുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് ചെയ്യാനുള്ള സൗകര്യം സബ്സ്റ്റേഷൻ ലഭ്യമാണ്. പക്ഷേ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിലവിലുള്ള ഒരു മെത്തേഡ് അനുസരിച്ച്
നമ്മൾ ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ട് 2 പ്രാവശ്യം ടെസ്റ്റ് ചാർജ് ചെയ്യും. ഏതൊരു സമയത്തും അതിൽ കൂടെ കറണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ലൈന് നമ്മൾ കറണ്ട് ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരൻ്റെ സാന്നിധ്യത്തിലല്ലാതെ അത് ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. അത് വളരെ നിർബന്ധമാണ്. അതേപോലെ അടുത്ത കാലത്തുണ്ടായ അപകടങ്ങൾ വേറെ ഒന്നാണ് നമ്മൾ സ്റ്റേ വയർ. ചില വർക്കുകളുടെ സൗകര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ചും വയലുകളിലോ അങ്ങനെയുള്ള സ്ഥലത്തോ വർക്ക് ചെയ്യേണ്ട സൗകര്യത്തിനായിട്ട് നമ്മൾ ഈ സ്റ്റേ വയർ എടുത്തിട്ട് അത് വേറെ എവിടെയെങ്കിലും നമ്മൾ മാറ്റി സ്ഥാപിക്കും. ജോലി കഴിഞ്ഞ ശേഷം അത് തിരിച്ചെവിടെ പുനഃസ്ഥാപിക്കും. ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്റ്റേ വയർ എപ്പോഴും ലൈവ് വയറായിട്ട് നമുക്ക് സമ്പർക്കത്തിൽ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അങ്ങനെ സംഭവിച്ച അപകടങ്ങളും ഒരുപാടുണ്ട്. അതേപോലെ നമ്മൾ സാധാരണ നമ്മളെ നാൽക്കാലികൾ അതുപോലെ വളർത്തുമൃഗങ്ങളെയൊക്കെ കെട്ടാൻ വേണ്ടി പോസ്റ്റിലോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേ വയറിലോ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് മിക്കവാറും വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ CEA റെഗുലേഷൻ അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനുകളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം അത് ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നിബന്ധനകൾ പാലിക്കാറില്ല. ഇത് ബിൽഡിംഗ് ഉണ്ടാക്കിയ ശേഷം മാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾക്ക് വലിയ അപകടങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് വിഭാവനം ചെയ്യുന്ന ഈ 0 ആക്സിഡൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഈ സുരക്ഷാ ദിനത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് വിഭാവനം ചെയ്യുന്നത് നമുക്ക് ഒരു അപകടവുമില്ലാതെ ഉള്ള ഒരു ഭാവിയാണ് നമ്മൾ ചെയ്യുന്നത്. പൊതുജനത്തിൻ്റെ സഹകരണമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.